നാഗ്പൂരിലൊരു മോർണിംഗ് വൈബാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ ഒരു ചെറിയ കട, പൊഹ എന്നാണ് ഇവരുടെ ഒരു മോർണിംഗ് വിഭവത്തിൻ്റെ പേര്. നമ്മളെ അവിലില്ലേ, അവില് ആവിയിൽ വെച്ച് വേവിച്ച് അതിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കടലക്കറിയും ചേർത്ത് ഉണ്ടാക്കുക. അതാണ് പൊഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ തിരക്കുള്ള ഒരു കടയാണ്, ഒരുപാട് ആളുകൾ ഇവിടെ അതിരാവിലെ ഇത് കഴിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ आप लोग कहाँ से हैं? यहाँ पे ओके पोहा खा लिया? हाँ खा लिया। ओके आप मीडिया वन से चैनल से हो? मीडिया वन चैनल से। अच्छा वो जिलसी है ना वहाँ पे, जिलसी को जानता है? हम उनका फैन है। उनका फैन है। जिलसी का फैन है? उनको खाते हैं। ജിൽസിക്ക് നാഗ്പൂരിൽ ഫാൻസ് ഉണ്ടെന്നാ പറയുന്നത്. പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് തോന്നുകയില്ല. ജിൽസി പൊഹ കഴിക്കുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ജിൽസി എന്തായാലും ജിൽസി ഇത് ഇവിടെയുള്ള രാവിലെ വന്ന് പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ്. आपकी नाम? शुभम ओके शुभम, ये पोहा कैसा है? पोहा एक नंबर है, मस्त है। इसका साउजी टेस्ट रहता है और स्पाइसी रहता है। ये स्पाइसी अच्छा है। ओके काम करने के पहले ये पोहा अच्छा है। ब्रेकफास्ट का किया जाए तो ये हमारा नागपुरी साउजी पोहा है। हाँ हेवी ब्रेकफास्ट है, हेवी ब्रेकफास्ट ये भी ब्रेक ओके. ജിൽസി പേടിക്കണ്ട, ഞങ്ങൾ രാവിലെ സെറ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ പക്ഷേ നമ്മളെ സുഹൃത്തുക്കളാണ് ഇവിടെ വന്ന് പരിചയപ്പെട്ടത്. എന്തായാലും ഇതൊരു മോർണിംഗ് രസകരമായ ഒരു കാഴ്ചയാണ്. ഇവിടെ നല്ല തിരക്കുള്ള ഒരു അങ്ങാടിയാണ്, ചിഞ്ച് പവൻ അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരു നാഗ്പൂർ നഗരത്തിനോട് ചേർന്നുള്ളൊരു സ്ഥലമാണ്, ഗ്രൗണ്ടിലേക്കൊക്കെ പോകുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ബിപിൻ ജെയിംസ് എന്തോ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പേര് ഇതുവരെ ബിപിൻ ജെയിംസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കഴിച്ച വിഭവത്തിൻ്റെ. ജിൽസി